യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. നമുക്ക് പേഴ്സണലായിട്ട് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്നൊരു ലൈറ്റ് പണിപാളി ആയതാലും കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിലല്ലേ. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷൻ ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവരോടും നമ്മുടെ യൂട്യൂബിലുള്ള ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊരു ലൈറ്റ് മേടിച്ചതിൻ്റെ കാര്യം, ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് മേടിച്ചതിൻ്റെ കാര്യം. അപ്പോൾ അത് പലരോടും ഞാൻ ചോദിച്ചു, ഈ ഒരു വീഡിയോ ഇടണോ വേണ്ടയോ എന്ന്. അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവ് അഭിപ്രായമാണ്, ഇടണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീലെക്സോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, ഈ കമ്പനി ഞാൻ കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്, എല്ലാവർക്കും കാണാൻ സാധിക്കും, ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 1 വീക്കായി ഞാനിത് മേടിച്ചിട്ട്. ഞാനൊരു 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പ്രൈസും വളരെ അഫോർഡബിൾ ആണ്, 389 രൂപ വരുന്നുള്ളൂ. ഏതായാലും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഒരെണ്ണം എടുക്കാം, മറ്റൊന്ന് തൽക്കാലം മാറ്റി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് പെട്ടെന്ന് നോക്കിയേക്കാം. പാക്കിങ് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. 2 ഐറ്റംസ് കിട്ടുന്നുണ്ട്. കണ്ട ഒരു ഇച്ചിരി ലോക്കൽ ഫീലുണ്ട്, പക്ഷേ 389 രൂപയ്ക്ക് വലിയ നഷ്ടമില്ല. ഞാൻ നോക്കിയെടുത്തോളം നല്ല ലാഭമാണ്. ഒരു ലൈറ്റ്, പിന്നെ ഒരു റിമോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. റിമോട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. നല്ല അടിപൊളി റിമോട്ടാണ്. നമ്മുടെ സാധാരണ ഈ സ്റ്റീരിയോയ്ക്കകത്തൊക്കെ വരുന്ന ആ മോഡലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു ജസ്റ്റ് ബാറ്ററി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കവർ വെച്ചിട്ടുണ്ട്. അതായത് ബാറ്ററി ജസ്റ്റ് ഫ്രീ ആയിട്ടിരിക്കുകയാണ്, യൂസ് തുടങ്ങിയിട്ടില്ല. ഈ ഒരു കവറിനകത്ത് ഊരി കഴിഞ്ഞാൽ ബാറ്ററിയുടെ യൂസേജ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാനിവിടെ വെച്ചു. ഇനി ഇതിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും, ഇതിൻ്റെ ക്വാളിറ്റി ഓക്കെ ആണെന്ന് ഞാൻ പറയത്തില്ല. ജസ്റ്റ് ഇത് ഇപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അനങ്ങുന്ന രീതിക്കുള്ളൊരു എന്നാ പറയുന്നത് ലൈറ്റാണ്. പക്ഷേ ഇത് നമുക്ക് എവിടെയെങ്കിലും പെർമനൻ്റ് ആയിട്ട് വെക്കുകയോ അല്ലെങ്കിൽ താഴെ തന്നെ നമുക്കിങ്ങനെ നിലത്ത് ജസ്റ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത് ഞാൻ ഒരെണ്ണം, അതായത് ഈ ഒരു ഇതൊരെണ്ണം ഫ്രീ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും കാണാൻ പറ്റും. സൈഡിലൊരു ബ്ലൂ ഞാൻ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ബ്ലൂ മാത്രമേ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. ഇതിനകത്ത് പല കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഫ്ലാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ചെയ്യും. അങ്ങനെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം, കുറയ്ക്കാം. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. നമുക്ക് പേഴ്സണലായിട്ട് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് ഒരു ലൈറ്റപ്പ് ഒക്കെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റപ്പ് ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് ഉപകാരപ്പെടും. അതായത് ഞാനാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ റൂമിൻ്റെ കുറച്ച് സെറ്റപ്പ് മാറ്റാനുണ്ട് ഇനിയും. കാരണം ഒരു റൂമിൻ്റെ ഒരു കോർണറിൽ മാത്രമേ ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പൊക്കെ ഭയങ്കര മോശമാണ്. ഞാനത് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അത് കൂടുതൽ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ വെച്ചിരിക്കുന്ന ഈ ലൈറ്റ് തന്നെ ആദ്യം ഞാനിങ്ങനെ എടുക്കാം. സെയിം സാധനമാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, ഒരു എക്സ്റ്റൻഷൻ കോഡ് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഐറ്റം. ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വേറെ ഒന്നുമില്ല. ഈ 2 വയറ് സ്ലീവ് ചെയ്ത് കളഞ്ഞു. ജസ്റ്റ് ഒരു വയർ അതിലോട്ട് കണക്ട് ചെയ്തു. അതായത് ഇതുപോലത്തെ ഒരു ഏകദേശം ഒരു 2 പിൻ സോക്കറ്റ് മേടിക്കാൻ കിട്ടും. 2 പിന്നാണ് നല്ലത്, കാരണം 3 പിൻ മേടിക്കുന്ന ആവശ്യം വരുന്നില്ല. എർത്തിൻ്റെ ലൈൻ ഇതിനകത്ത് വരുന്നില്ല. അതുപോലെ ഒരു ലൈൻ എൻ്റെ ഇവിടെ കിടന്ന് ഒരെണ്ണം വെച്ച് ഞാൻ കണക്ട് ചെയ്യുന്നുള്ളൂ. 10 രൂപ വരുന്നുള്ളൂ ഇതിൻ്റെ വില. ഈ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. കുറച്ച് വയറും കൂടെ മേടിക്കേണ്ടി വരും. വയറിനൊന്നും വലിയ വില വരുന്നില്ല. മീറ്ററിനൊക്കെ ഒരു 10 രൂപ സംതിങ്ങേ വരത്തുള്ളൂ. വയർ മേടിക്കുക, ഇതുപോലെ കണക്ട് ചെയ്യുക. അതുപോലെ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് സ്വിച്ച് ഇടുന്നു. സ്വിച്ച് ഇട്ടാൽ ഓൺ ആവത്തുള്ളൂ. ഇനി 2 റിമോട്ട്സ് അവൈലബിൾ ആണ്. ഇത് ഇതിൻ്റെ, അത് അതിൻ്റെയാണ്. രണ്ടും വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇല്ല, വ്യത്യാസമുണ്ട്. ഈ റിമോട്ട് ഇതിനെ ഏൽക്കുന്നില്ല. അപ്പോൾ ഈ റിമോട്ട് വെച്ച് തന്നെ ഞാൻ വർക്ക് ചെയ്യുകയാണ്. ആദ്യം ഒന്ന് റെഡ് കളറാക്കാം. ഓക്കെ, റെഡായി. ഇനി ഗ്രീൻ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഗ്രീനായി. ഇനി ഞാൻ ബ്ലൂ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ബ്ലൂ ആയി. വൈറ്റ് ഒന്ന് ആക്കുകയാണ്. വൈറ്റായി. വൈറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ കളറും കൂടെ ഒന്നിച്ച് കത്തുന്നതാണ്. എനിക്കൊന്ന് ഭയങ്കര വെട്ടമായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഇനി ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഈ റിമോട്ടിൽ തന്നെയുണ്ട്. അതായത് ഇത് കൂട്ടാനും ഇത് കുറയ്ക്കാനും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കുകയാണ്. പക്ഷേ റിമോട്ട് വലിയ റെസ്പോൺസ് ഇല്ല കേട്ടോ. റെസ്പോൺസ് വളരെ കുറവാണ്. ഭയങ്കര വെട്ടാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറ്റുക, റെഡ് ആക്കുക. റെസ്പോൺസ് തീരെ മോശമാണ്. പക്ഷേ ലൈറ്റ് കൊള്ളാം.
ഓക്കെ, ഇതിൻ്റെ റിമോട്ടിൻ്റെ വർക്കിംഗ് എനിക്ക് ഭയങ്കര ശോകമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ ഇതൊന്ന് മാറ്റി ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനത് ഓഫ് ചെയ്യുന്നു, വയറൊന്ന് ഡിസ്കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു വയർ ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ റൈറ്റ് സൈഡാണ്, മറ്റേത് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയത്. പക്ഷേ അതിൻ്റെ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞ പോലെ റെസ്പോൺസ് എനിക്ക് ഇച്ചിരി കുറവായിട്ടാണ് തോന്നുന്നത്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമേ കണക്ട് ചെയ്യുന്നത്, പെർമനൻ്റ് ആയിട്ടുള്ള കണക്ഷൻ അല്ല ഞാനിപ്പോൾ കൊടുക്കുന്നത്. കാരണം അതിന് ഞാൻ നല്ലൊരു വയറൊക്കെ മേടിച്ച് ഇതിൻ്റെ ലൊക്കേഷൻ കൂടെ ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യുന്നുള്ളൂ. വയറിംഗ് എല്ലാം നമ്മൾ കണക്ട് ചെയ്തു, സെറ്റാക്കി ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ടെമ്പററി സെറ്റപ്പാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ വെക്കുകയാണ്, ഒന്ന് കണക്ട് ചെയ്യുന്നു, ഒന്ന് ഓൺ ചെയ്യുന്നു. യെസ്, നമുക്ക് ഫസ്റ്റ് തന്നെ വൈറ്റാണ് വരുന്നത്, പിന്നെ അത് കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ റെസ്പോണ്ടീവ് ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഓഫാണ് ചെയ്തത്, ഞാനൊന്ന് ഓൺ ചെയ്യുകയാണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ. പൊളി. അതിൻ്റെ റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പം അതിൻ്റെ ഒന്നെങ്കിൽ റിമോട്ടിൻ്റെ സെറ്റപ്പിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്നത് അല്ല, റിമോട്ടിൻ്റെ പ്രശ്നമില്ല. അപ്പം പറയുന്ന പോലെ റിമോട്ടിൻ്റെ പ്രശ്നമില്ല, അതിനകത്ത് വരുന്ന ഒന്നെങ്കിൽ നമ്മുടെ IRൻ്റെ റിസീവർ, നമ്മുടെ ഇതിനകത്ത് വരുന്ന ഒരു ഇൻഫ്രാറെഡ് ലൈറ്റ് ചെന്ന് റിസീവ് ചെയ്യുന്ന ആ യൂണിറ്റിന് എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും. ഇനി വൈറ്റ്, ഇതിനകത്തെല്ലാം വർക്കിംഗ് ആണ്. ഓറഞ്ച് കളറ്, ലൈറ്റ് ഗ്രീൻ കളറ്, പിന്നെ ലൈറ്റ് ബ്ലൂ, ഓറഞ്ച്, വൈറ്റ്. ഇത് കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പണിയാകും കേട്ടോ. സാധനം ശോകമാണോ? ഞാൻ ഓഫ് ചെയ്യാണ്. യെസ്, ഇപ്പോൾ ഓഫായി, ഇനി ഓണായി. റെഡ്, അപ്പോൾ ഇതെല്ലാം കണക്കാണ് കേട്ടോ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ആ ഒരു റേറ്റിനകത്ത് ഞാൻ നോക്കിയെടുത്തോളം വലിയ കുഴപ്പമില്ല. റെഡ്, ഗ്രീന്, ബ്ലൂ, ഓറഞ്ച്. ഏതായാലും സംഗതി കൊള്ളാം. ഫ്ലാഷിങ്ങും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. നമ്മൾ ഫ്ലാഷിങ്ങും കാര്യങ്ങളൊക്കെ, കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഫ്ലാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫ്ലാഷ്, സ്ട്രോബ്, ഫെയ്ഡ്. ഞാനൊന്ന് ഫ്ലാഷ് കൊടുക്കുകയാണ്. ആദ്യം ഓഫ് ചെയ്യാം, ഒന്നുകൂടെ ഓൺ ചെയ്തു, ഫ്ലാഷ് പ്രസ് ചെയ്തു, ഒന്നും നടക്കുന്നില്ല. ഓഫ് ചെയ്തു, ഓൺ ചെയ്തു, റെഡ് പ്രസ് ചെയ്യാം, റെഡ് നടക്കുന്നില്ല. പണി പാളി. ഏതായാലും കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിനല്ലേ, സീനില്ലെന്ന് വെക്കാം. ഇല്ല, അപ്പോൾ ഫ്ലാഷ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ എന്തോ റെഡ് വന്നു. ഓക്കെ, ഇപ്പോൾ ഫ്ലാഷ് തുടങ്ങി. ഞാൻ എനിക്ക് തോന്നുന്നൊരു 10-20 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലാഷ് വർക്കായി. അപ്പോൾ ഫ്ലാഷിങ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഫ്ലാഷ്. ഇനി സ്ട്രോബ് എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നുണ്ട്. സ്ട്രോബാണ് ഇത്. എനിക്ക് ഫ്ലാഷിങ് പോലെ തോന്നുന്നു. ഓക്കെ, ഇതായിരിക്കും സ്ട്രോബ് എന്ന് പറയുന്നത്. ഇനി ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓണായ കിടക്കുന്നത്. ഇനിയിപ്പം ഡള്ളാവുമെന്ന് അറിയത്തില്ല. എന്തോ ഡള്ളാവുന്നുണ്ട്. ഇനി അടുത്ത എന്തോ മാറ്റം വരുന്നുണ്ട് ഇതിന്. പിന്നെ അടുത്ത സ്മൂത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ സ്മൂത്തും കൂടെ പ്രസ് ചെയ്യുകയാണ്. ഓപ്ഷൻ എന്നാന്ന് എനിക്ക് അറിയത്തില്ല. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കളർ ചേഞ്ചസ് ആയിരിക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാം. പക്ഷേ ഇതിനകത്ത് അർബൻ കിങ് 50 വാട്ട്സ് എന്ന് പറയുന്നൊരു ലൈറ്റാണ് ഞാൻ ശരിക്കും ആമസോണിൽ ഓർഡർ ചെയ്തിരിക്കുന്നത്. എനിക്ക് വന്നിരിക്കുന്ന അർബൻ കിങ് അല്ല വന്നത്, വേറെ റീലെക്സോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷേ ഏതായാലും റേറ്റ് വൈസ് വെച്ച് 389 രൂപയ്ക്ക് 2 എണ്ണം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ആ ഒരു പ്രൈസിൽ എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഇടയ്ക്ക് റിമോട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും എനിക്ക് കാണിച്ചില്ല. ഇപ്പം പക്ഷേ ഫുൾ ടൈം വർക്കിംഗ്. ഗ്രീന് ഞാൻ ബ്ലൂ പ്രസ് ചെയ്തു, വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്, അത് ഓഫായി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓക്കെയാണ്. ഇടയ്ക്ക് വർക്ക് ചെയ്യാതെ വരെ നമുക്കിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിങ് വലിയ കുഴപ്പമില്ല എന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഏതായാലും ഇത് ഞാൻ എവിടെയെങ്കിലും നല്ല രീതിക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും എൻ്റെ ഒരു വീഡിയോയിലും കൂടെ ഞാനത് ഇൻക്ലൂഡ് ചെയ്തോളാം. അതായത് ഞാൻ ആ ലൈറ്റ് ഫിറ്റ് ചെയ്തും കൂടെ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് എടുക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം.